ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഓരോ മൊഡ്യൂളിൽ നിന്നും കവർ ചെയ്യുന്നതാണ്. മൊഡ്യൂൾ 1 വാട്ട് ഈസ് എ സ്ട്രെസ് വെക്റ്റർ 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. വാട്ട് ഈസ് എ സ്ട്രെസ് വെക്റ്റർ ആൻഡ് എക്സ്പ്ലെയിൻ സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് അറ്റ് എ പോയിൻറ്റ്. പിന്നെ 8 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളത് എക്സ്പ്ലെയിൻ സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് അറ്റ് എ പോയിൻറ്റ് യൂസിങ് ദ സ്ട്രെസ് ടെൻസർ. കോഷീസ് ഇക്വേഷൻ്റെ ഒരു പ്രോബ്ലം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. നോർമൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും കണ്ടുപിടിക്കാനുള്ളത്. വാട്ട് ആർ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ആൻഡ് പ്രിൻസിപ്പൽ പ്ലെയിൻസ്, അത് തിയറി ടോപ്പിക്കായിട്ടായിരിക്കും ചോദിക്കുക. പിന്നെ പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ ന്യൂമറിക്കൽ ഉണ്ടായിരിക്കും. അത് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ എക്സ് വൈ ഇസഡ് ടേംസിൽ സ്ട്രെസ്സസ് ഉണ്ടെങ്കിൽ അത് 3D ആണെന്ന് മനസ്സിലാക്കുകയും അത് തേർഡ് ഡിഗ്രി ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്ത് പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ എടുക്കുകയും ചെയ്യണം. ഇനി പ്രിൻസിപ്പൽ സ്ട്രെസ്സ് മോർ സർക്കിൾ വെച്ച് കണ്ടുപിടിക്കാനാണെങ്കിൽ അത് 2D കേസ് ആയിരിക്കും. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. മൊഡ്യൂൾ 2 എക്സ്പ്ലെയിൻ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ഒബ്റ്റെയിൻഡ് ഓൺ യൂണി ആക്സിയൽ ടെൻഷൻ ടെസ്റ്റ് ഫോർ എ ഡക്റ്റൈൽ മെറ്റീരിയൽ. സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം വരയ്ക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെ. അത് 8 മാർക്കിൻ്റെ തിയറി ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. യൂണി ആക്സിയൽ ലോഡിങ്ങിൻ്റെ പ്രോബ്ലം, അത് രണ്ട് പ്രോബ്ലം പഠിക്കണം. അത് ലെക്ചർ 4 കണ്ടാൽ മതി. അതിനകത്ത് 2 പ്രോബ്ലംസ് ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തെർമൽ സ്ട്രെസ്സിൻ്റെ 2 പ്രോബ്ലം പഠിക്കണം, ലെക്ചർ 13 ആൻഡ് ലെക്ചർ 14. യൂണി ആക്സിയൽ ലോഡിങ്ങിൻ്റെ പ്രോബ്ലം അല്ലെങ്കിൽ തെർമൽ സ്ട്രെസ്സിൻ്റെ പ്രോബ്ലമാണ് പ്രോബ്ലം പാർട്ടിൽ നിന്ന് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ളത്. ജനറലൈസ്ഡ് ഹുക്സ് ലോ 4 മാർക്കിൻ്റെ ഒരു തിയറി ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇത് സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ്. മൊഡ്യൂൾ 3 ഡിറൈവ് ടോർഷൻ ഇക്വേഷൻ വിത്ത് അസംഷൻ, 8 മാർക്കാണ്. അപ്പോൾ ലെക്ചർ 2 ആണ്. ലെക്ചർ 2 ആ വീഡിയോ കണ്ടു തുടങ്ങി 4-ാമത്തെ മിനിറ്റ് തൊട്ടാണ് അസംഷൻസ് പറഞ്ഞു തുടങ്ങുന്നത്. അസംഷൻസ് പറഞ്ഞ് അത് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നുണ്ട്. ന്യൂമറിക്കൽ ഓൺ ടോർഷൻ ലെക്ചർ 3, അത് ഡയാമീറ്റർ കണ്ടുപിടിക്കുക എന്നുള്ള ഒരു സിമ്പിൾ പ്രോബ്ലമാണ്. പഴയ കാലത്തെ മോസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചിട്ട് വളരെ കട്ടിയുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യേണ്ട കാര്യമില്ല. സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസാണ് ചോദിക്കുന്നതെന്ന് യൂണിവേഴ്സിറ്റി നമുക്ക് ഒരു അറിയിപ്പ് തന്നിട്ടുള്ളതായിരുന്നു സിലബസിൽ. പിന്നെ കമ്പയർ സോളിഡ് ഷാഫ്റ്റ് ആൻഡ് ഹോളോ ഷാഫ്റ്റ്, അത് ലെക്ചർ 6 ആണ്. സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസാണത്. ഇനി നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബെൻഡിങ് മൗണ്ട് ഡയഗ്രാം വരയ്ക്കാനായിട്ടുള്ള ഒരു ചോദ്യമാണ്. അത് മസ്റ്റായിട്ടുണ്ടായിരിക്കും. അത് നേരത്തെ പഠിച്ചവർ അത് ഫോളോ ചെയ്തോളൂ. ആ ഒരു ക്വസ്റ്റ്യൻ കിട്ടാൻ പാകത്തിന് ഒന്നും കൂടെ റിവൈസ് ചെയ്തോളൂ. ഇതുവരെ പഠിക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഫ്ലെക്സുറൽ ഫോർമുലയുടെ ഡെറിവേഷൻ വിത്ത് അസംഷൻ അത് പഠിക്കുക. ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ 2 പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ആ സ്റ്റാർ ഇട്ടിരിക്കുന്ന വീഡിയോ 15.22 ഐ സെക്ഷനാണത്. 2 ആക്സിസിലും സിമെട്രി ഉണ്ട്, എക്സിലും വൈയിലും സിമെട്രി ഉള്ള പ്രോബ്ലമാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. അത് സിമ്പിൾ പ്രോബ്ലമാണ്. 24.24 വീഡിയോയും ഐ സെക്ഷനാണ്, പക്ഷേ അത് ഒരു ആക്സിസിലെ സിമെട്രി ഉള്ളൂ. അപ്പോൾ ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ ടോപ്പിക്ക് കറക്റ്റായിട്ട് പഠിക്കുക. ക്വസ്റ്റ്യൻ 5, 6, ക്വസ്റ്റ്യൻ 1, 2, 3 ഇത്രയും നന്നായിട്ട് അറിയാമെങ്കിൽ മാത്രമേ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബെൻഡിങ് മൗണ്ട് ഡയഗ്രാം നെഗ്ലക്റ്റ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബെൻഡിങ് മൗണ്ട് ഡയഗ്രാം ആണ് താരം. പുള്ളി വരാനുള്ള സാധ്യത 100%. ഇതുവരെ അറിയാൻ വയ്യാത്തവർ അത് സ്കിപ്പ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ 1, 2, 3, 5, 6 ഫുള്ളായിട്ട് പഠിക്കേണ്ടതായിരിക്കും. മൊഡ്യൂൾ 4 സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഇക്വേഷൻ ഫോർ കാസ്റ്റിഗ്ലിയാനോസ് തിയറം ആൻഡ് റെസിപ്രോക്കൽ തിയറം. ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇക്വേഷനും മാത്രം മതി, ഡെറിവേഷൻ ആവശ്യമില്ല. 4 മാർക്ക്. മെക്കോളേഴ്സ് മെത്തേഡ് ഡിഫ്ലക്ഷൻ ഓഫ് ദ ബീമാണ് ടോപ്പിക്ക്. മെക്കോളേഴ്സ് മെത്തേഡ് വഴി ഡിഫ്ലക്ഷൻ ഓഫ് ദ ബീം നമുക്ക് കണ്ടുപിടിക്കണം. സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റേത് പഠിക്കുക. ക്യാൻഡിലിവർ നോക്കണ്ട. ഇപ്പം സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ ഒരു 3 ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ക്വസ്റ്റ്യൻ നമ്പർ 2 അത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3 അത് മോഡൽ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതാണ്. നൗ കമ്പയർ കോംപ്ലിമെൻ്ററി എനർജി ആൻഡ് സ്ട്രെയിൻ എനർജി, അതൊരു 2 മാർക്കിനോ 3 മാർക്കിനോ ചോദിക്കാൻ സാധ്യതയുണ്ട്. 8 മാർക്കിൻ്റെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് അണ്ടർ ആക്സിയൽ ഫോഴ്സ്, ഷിയർ ഫോഴ്സ്, ടോർക്ക് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ്. ഇത്
കാസ്റ്റിഗ്ലിയാനോസ് തിയറത്തിൻ്റെ ന്യൂമറിക്കൽസ് പഠിച്ചവർക്ക് ആദ്യത്തെ ഒരു 3 പ്രോബ്ലം ഒന്നും കൂടെ റിവൈസ് ചെയ്യുന്നത് നന്നായിരിക്കും. കാസ്റ്റിഗ്ലിയാനോ തിയറത്തിൻ്റെ ആദ്യത്തെ 3 പ്രോബ്ലം അത് പഠിച്ചവർ, അല്ലെങ്കിൽ അത് ഇതുവരെ പഠിച്ചില്ലെങ്കിൽ അത് നെഗ്ലക്റ്റ് ചെയ്തേരെ. മൊഡ്യൂൾ 5 തിയറീസ് ഓഫ് ഫെയിലിയർ. 5 തിയറീസ് ഓഫ് ഫെയിലിയർ ആണുള്ളത്. 5 തിയറീസ് ഓഫ് ഫെയിലിയർ കൃത്യമായി പഠിക്കുക. റാൻഗെയിൻസ് ക്രിപ്ലിംഗ് ലോഡും ഓയിലേഴ്സ് ക്രിപ്ലിംഗ് ലോഡും കമ്പയർ ചെയ്യാനുള്ളൊരു ന്യൂമറിക്കൽ കാണും. 7.45 മിനിറ്റിൻ്റെ വീഡിയോ ആണത്. ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ ഓയിലേഴ്സ് ക്രിപ്ലിംഗ് ലോഡ് ഫോർ കോളം വിത്ത് ബോത്ത് ആൻഡ് ഹിഞ്ചിഡ്. ആകെ ഒരു ഡെറിവേഷൻ അവർ പറയുന്നുള്ളൂ. 14.26 മിനിറ്റ് വീഡിയോയുടെ ഡെറിവേഷനാണ്. അപ്പോൾ ഇത്രയുമാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് 5 മൊഡ്യൂളിൽ നിന്നും. മൊഡ്യൂൾ 5, മൊഡ്യൂൾ 4, മൊഡ്യൂൾ 3, മൊഡ്യൂൾ 1.